Good evening all. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് മാഗ്നറ്റിക് കപ്പിൾഡ് സർക്യൂട്ട്സ് ആയിരിക്കും. അപ്പം KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ജൂൺ 20 അല്ലേ. അപ്പം ഈ ഒരു സിലബസും ഇതിൻ്റെ സിലബസൊക്കെ റീസെൻ്റ്ലി വന്നിരുന്നു. അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ സിലബസിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസ് എല്ലാം. അപ്പം ഇതുവരെ നമ്മൾ പ്രീവിയസ് ഇയർ സിലബസ് ഒക്കെ യൂസ് ചെയ്തായിരുന്നു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഇനി നമ്മൾ അതിൻ്റെ സിലബസിൻ്റെ ബേസിലായിരിക്കും ക്ലാസ്സസ്. അപ്പം ഈ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം ആ സിലബസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 2. അപ്പം മൊഡ്യൂൾ 2 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊഡ്യൂൾ 2 10 മാർക്സ് എന്ന് പറഞ്ഞിട്ട് സിലബസിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനകത്ത് അബ്സല്യൂട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും ഒരു ചെറിയ ടോപ്പിക് ഇത് 10 മാർക്സ് ആണ്. അപ്പൊ ഈ സെയിം സിലബസ് തന്നെ ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനും. ഇപ്പൊ നിങ്ങൾ ഇൻസ്പെക്ടറേറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ സെയിം ഒരു സിലബസ് ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയും മൊഡ്യൂൾ 2 സെയിം തന്നെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. പെർമിയബിലിറ്റി അങ്ങനെയൊക്കെ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതേ ബേസ് ചെയ്തിട്ടുള്ള സെയിം ടോപ്പിക്ക് തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരിക. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെറിറ്റിന്റെ ക്ലാസ്സസ് ആണ്. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻലി ഫോക്കസ്ഡ് ഓൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ AE. അപ്പം ഒരു സെപ്പറേറ്റ് ബാച്ച് തന്നെ നമ്മൾ അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിനും സെയിം ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ടോപ്പിക് ക്വസ്റ്റ്യൻ, ഇതൊരു PYQ ഡിസ്കഷൻ ആണ്. അതിന് മുന്നേ ഇതിന്റെ കുറച്ച് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഞാൻ PYQ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ ഇതൊരു മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണല്ലോ ടോപ്പിക്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ആദ്യം അറിയണം. അപ്പം ദ സ്പേസ് അറൌണ്ട് വിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട്. അപ്പം ഇപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ അതിനൊരു നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അപ്പം ഇതിന്റെ സ്പേസ് അറൌണ്ട് വിച്ച് ദ മാഗ്നറ്റിക് ഇത് ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അപ്പം മാഗ്നറ്റിന് അടുത്ത് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പം നമ്മൾ ദൂരേക്ക് പോകും തോറും വീക്കർ ആയിരിക്കും. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ശരിക്കും എന്താണ് നമ്മുടെ 11th or 12th ഫിസിക്സ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പൊ ഈ പെർമിയബിലിറ്റി, സസെപ്റ്റബിലിറ്റി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുക. Points in the direction of geometric north and south pole when suspended freely and attracts iron fillings. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണ്? എപ്പോഴും നോർത്ത് ടു സൗത്ത് പോൾ ആയിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? നാച്ചുറൽ മാഗ്നറ്റ്സ്, ടെമ്പററി മാഗ്നറ്റ്സ്, അതുപോലെ തന്നെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇത് മൂന്നുമാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിലൂടെ ഉള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഉണ്ടാവും. ഇപ്പം ശരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് പറയുന്നതേ ഉള്ളൂ. ആൻഡ് ഇലക്ട്രിക് കറന്റ്, അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ്? ആൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. അതാണ് അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് കറന്റ് കോയിൽ അല്ലെ. അപ്പം നമുക്ക് എത്ര കറന്റ് കോയിൽ ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ സ്ട്രെങ്ത് പറയുക. ഓക്കെ, ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നു, പോസിറ്റീവ് നെഗറ്റീവ് പോളൊക്കെ വരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ്? ദ കംപ്ലീറ്റ് ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ എനി ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതാണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, വോൾട്ടേജ്. അപ്പോൾ ഇത് ഇതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ്. അതായത് ഇപ്പം ഇത് മാഗ്നറ്റിക് സർക്യൂട്ട്, ഇത് ഇലക്ട്രിക്കൽ ഇക്വലന്റ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
കറണ്ടിന് പകരം ഇവിടെ ഫ്ലോ ചെയ്യുന്നത് ഫ്ലക്സ് ആണ്, റെസിസ്റ്റൻസിന് പകരം റിലക്റ്റൻസ് ആണ്, വോൾട്ടേജിന് പകരം MMF ആണ്, EMFന് പകരം മാഗ്നറ്റിക് സർക്യൂട്ട്സ് വരുമ്പോൾ MMF ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്, പിന്നെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം മെയിൻ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ അപ്പം ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണെങ്കിൽ EMF ഉണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണെങ്കിൽ നമുക്ക് MMF ഉണ്ടാവും അല്ലേ. സോ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്, ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ദ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്സിലൂടെ ഉള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഡ്രാഗ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. MMF എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻറ്റു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അപ്പൊ നമ്മുടെ V ഈക്വൽ ടു IR എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചാൽ മതി. അപ്പൊ MMF ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. V ഈസ് ഈക്വൽ ടു IR, MMF ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അപ്പം ഓൾസോ ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ് MMF ഈസ് ഈക്വൽ ടു N ഇൻറ്റു I, അതിന് EMF ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. അപ്പം N ഇൻറ്റു I, MMFന് N ഇൻറ്റു I എന്ന ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ പറയാം? N ഇൻറ്റു I, ആംപിയർ ഇൻറ്റു ടേൺസ് അല്ലെ. ആംപിയർ ടേൺസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സോ ആംപിയർ ടേൺസും MMFന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? The number of magnetic lines of force created in a magnetic field. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അനലോഗ് ഇലക്ട്രിക് കറണ്ട് ആണ്. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പൊ ഫ്ലക്സ് ഇൻറ്റു കറണ്ട് ആ വരിക അല്ലെ. ഇൻറ്റു എന്ന ഡൗട്ടാണ്. ഇക്വലന്റ് എന്ന് പറയുമ്പോൾ ഫ്ലക്സിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് കറണ്ട് ആയിരിക്കും അല്ലെ. ഇനി റിലക്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഇവിടെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ റിലക്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഒപ്പോസിഷൻ ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ സെറ്റിംഗ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ റിലക്റ്റൻസ് പറയുന്ന പോലെ. അപ്പം റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ ഇതാണ് ഇക്വലന്റ്. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു എ, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം, നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. അതുപോലെ തന്നെ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ഈസ് ഈക്വൽ ടു H ഇൻറ്റു L, അങ്ങനെ വരും. B ഈസ് ഈക്വൽ ടു മ്യൂ H, ഇങ്ങനെ കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ ഫോഴ്സ് ബൈ F5, അങ്ങനെയുണ്ട്. അപ്പം യൂണിറ്റ് എന്താണ് റിലക്റ്റൻസിന്റെ? ശരിക്കും MMF ആണ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. അപ്പം യൂണിറ്റ് എന്ത് വരും MMFന്റെ? എസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന്റെ എന്താണ്? ആംപിയർ ടേൺസ് പെർ വെബർ. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആംപിയർ ടേൺസ് പെർ വെബർ. സോ ഇതൊക്കെയാണ് ബേസിക്കലി തിയറി പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരുന്നത് റിലക്റ്റൻസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇനിഷ്യലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് മാഗ്നറ്റിക് സർക്യൂട്ടിനെ പറ്റി പറഞ്ഞു, ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ടുള്ള അതിന്റെ ഒരു അനലോഗി പറഞ്ഞു. ദെൻ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, ഇവിടെ മുതലാണ് ശരിക്കും കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അപ്പം EMFന്റെ ഇക്വലൻസ് എന്ന് പറയുന്നത് MMF ആണ്. അപ്പം MMF എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്, വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്. അപ്പം where phi is the magnetic flux and x is the reluctance of the magnetic path. അതുപോലെ തന്നെ MMF is equal to N into I, number of turns into current, ampere turns. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then magnetic flux എന്ന് പറയുന്നത് flux is an analogy of current. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്, അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെബർ ആണ്. ഓക്കെ, സോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, അത്രേ ഉള്ളൂ. അപ്പം അതിന്റെ നമുക്ക് പറഞ്ഞു മാഗ്നറ്റിക് ഫോഴ്സ്, വോൾട്ടേജ് ബൈ ആർ എന്ന് പറയുന്ന പോലെ, റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് പറയുന്ന പോലെ MMF ബൈ ഫ്ലക്സ്, അതായത് ആംപിയർ ടേൺസ് പെർ വെബർ. അപ്പം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനലോഗി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം റിലക്റ്റൻസിനെ നമുക്ക് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഒക്കെ ടേംസിൽ S ഈസ് ഈക്വൽ ടു L ബൈ μ0 ഇൻറ്റു μr ഇൻറ്റു A എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു B.
അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ബി ഈസ് ഈക്വൽ, ഇപ്പൊ ഞാൻ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബി ഈസ് ഈക്വൽ ടു 5/A. അപ്പൊ കറന്റ് ഡെൻസിറ്റി ഇവിടെ മാഗ്നറ്റിക് ഡെൻസിറ്റി, അപ്പൊ എന്താണിത്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. So number of magnetic lines of force created in a magnetic circuit per unit area normal to the direction of flux lines. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത്. എച്ച് ഈസ് ഈക്വൽ ടു N×I/I. അതാണ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത്, അല്ലെങ്കിൽ ആംപിയർ ടേൺസ് പെർ മീറ്റർ ഫീൽഡ് സ്ട്രെങ്ത് ആണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എച്ച്. ഇത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ. ഇതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ നേരത്തെ ഒരു റിലേഷൻ കാണുകയും ചെയ്തു, ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മ്യൂ എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പെർമിയബിലിറ്റി, മ്യൂ പെർമിയബിലിറ്റി. The property of a magnetic material which indicates the ability of the magnetic circuit to carry magnetic flux. അതായത് mu is equal to B/H ആണ്, അതായത് ഹെൻറി പെർ മീറ്റർ. The permeability of free space or air or non-magnetic. So mu എന്ന് പറയുന്നത് ഇപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റീസെന്റ് ആയിട്ട് പറഞ്ഞ എക്സാമിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സാം എഴുതിയവർക്ക് അറിയാം. അതുപോലെ തന്നെ മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് μ/μ0. ഓക്കെ, അപ്പം അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ്. അപ്പം ഫൈനലി ഇപ്പൊ ഇത്രയും നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നുള്ള ടേക്ക് അവേ സ്ലൈഡ്. അപ്പം ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഒരു 10 മാർക്ക് അവർ ചോദിക്കുമെങ്കിൽ അതിലൊരു 5 മാർക്ക് കിട്ടാനുള്ള കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി ഡെലിവർ ചെയ്ത് കഴിഞ്ഞു ഈ 10 മിനിറ്റ് കൊണ്ട്, അല്ലെ? അപ്പം ഇലക്ട്രിക് സർക്യൂട്ട് എടുത്താൽ EMF ഈസ് ഈക്വൽ, ഇന്ന് ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. EMF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് I/R ആണ്. അതുപോലെ തന്നെയാണ് MMF എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സിനെ ഫോഴ്സ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അത് വോൾട്ടേജ് ഇവിടെ വരുമ്പോൾ ആംപിയർ ടേൺസ് ആണ്. ദെൻ കറണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ, ക്വാണ്ടിറ്റി ഫ്ലക്സ് ആണ്, ഇവിടെ വെബർ ആണ്. കറന്റ് ഡെൻസിറ്റി J, that is ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ അത് ഫ്ലക്സ് പെർ മീറ്റർ സ്ക്വയർ, അതായത് കറന്റ് പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ ഫ്ലക്സ് പെർ, അതായത് വെബർ പെർ മീറ്റർ സ്ക്വയർ. അത് തന്നെയാണ് ടെസ്ല എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, റിലക്റ്റൻസ് യൂണിറ്റ് ഓം ആണ്. ഇവിടെ ആംപിയർ ടേൺസ് പെർ വെബർ. നിങ്ങൾ ഇതെല്ലാം കാണാൻ പഠിക്കാൻ നിൽക്കേണ്ട, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് E ആണ്, വോൾട്ട്സ് പെർ മീറ്റർ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് MMF പെർ മീറ്റർ, ആംപിയർ ടേൺസ് പെർ മീറ്റർ, അല്ലേ? ദെൻ കണ്ടക്ടിവിറ്റി ആണ് സിഗ്മ. ഇവിടെ അത് വരുമ്പോൾ പെർമിയബിലിറ്റി, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് പോകുന്നതിന് നമ്മൾ പെർമിയബിലിറ്റിയും കറണ്ട് പാസ് ചെയ്യുന്നതിനെ കണ്ടക്ടിവിറ്റി എന്നും പറയുന്നു. അപ്പോൾ ഹെൻറി പെർ മീറ്റർ, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഹെൻറി പെർ, അതായത് ഇൻഡക്റ്റൻസിന്റെ ടേംസിലാണ് പറയാം. മ്യൂസിക്കൽ ടു L/S/A. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലോ. ഇപ്പൊ നമ്മൾ ശരിക്കും ഇതൊരു ഹൈ എൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അപ്പൊ അത്രയും വേണ്ട. അനലോഗി എന്ന് പറയുന്നത് കറണ്ട് തന്നെയാണ്. ഇത് ഫ്ലോ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവിങ്ങിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ ഒരു ഇന്നത്തെ ഒരു ലെക്ചർ കൊണ്ട് തന്നെ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോർട്ടും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എയ്തർ ആസ് തിയറി അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക് ആണല്ലോ, നമ്മൾ ഈ ഒരു സിലബസ് ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിന്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ absolute and relative permeability, ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, ദെൻ സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ്. അപ്പം ഇതിന്റെ ബേസിസിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകാം.
അപ്പം ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നമ്മുടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം. അപ്പം M.Tech ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ഈ എക്സാം എഴുതുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡബിൾ എക്സാം ആണ്. ഏതെങ്കിലും ഒന്ന് കിട്ടുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം 2 coils have coefficient of coupling as 0.8. അപ്പം coefficient of coupling കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്, നമുക്ക് പറയാം. A current of 3 ampere in coil 1 produces a total flux of 0.4 Weber. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ഫിഗർ ഒന്ന് നോക്കാം. അപ്പം ഇങ്ങനെ ഒരു കോയില്, 2 കോയിലുണ്ട്. അപ്പം അതിന്റെ ഡോട്ട് നമ്പർ കൊടുക്കുക, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് മാർക്ക് ചെയ്തു, സോറി മ്യൂച്വൽ ഇൻഡക്ടൻസ് മാർക്ക് ചെയ്തു. ഇപ്പം നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇത് ഇങ്ങനെ കണ്ട ആദ്യം നമ്മൾ ഈ ഇക്വേഷനിൽ എത്തും. M is equal to K into root of L1 L2. ഇതൊരിക്കലും മാറിപ്പോകും. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഈക്വൽ ടു K into L1 L2. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. 2 coils of coefficient of coupling as 0.8. A current of 3 ampere in coil 1 produces a total flux of 0.4 milliweber. If the current in coil 1 is reduced to 0 in 3 millisecond. ഇതിന്റെ ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ചെയ്ത് കൊടുക്കുക. The voltage induced in coil 2 is 85 volt. അല്ലേ? Then determine the inductance of coil 2 if the number of turns of coil 1 is 300. അപ്പോൾ N1 എന്ന് പറയുന്നത് 300 ആണെങ്കിൽ, അപ്പം നമുക്കൊന്ന് വിചാരിക്കാം L1 എന്ന് പറയുന്നത് കോയിൽ സൈഡ് 1ലുള്ള സെൽഫ് ഇൻഡക്ടൻസ്, L2 എന്ന് പറയുന്നത് കോയിൽ സൈഡ് 2ലുള്ള സെൽഫ് ഇൻഡക്ടൻസ്. അതുപോലെ ഇവിടെ I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇവിടെ I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആൻഡ് ഇവിടുത്തെ വോൾട്ടേജ് V1, ഇവിടുത്തെ വോൾട്ടേജ് V2. നമ്മളൊരു ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. തന്നിരിക്കുന്നത് I1 എന്ന് പറയുന്നത് is given as 3 ampere അല്ലെ? I1 എന്ന് പറയുന്നത് 3 ampere ആണ്. അതുപോലെ N1 എന്ന് പറയുന്നത് 300 ആണ്. നമ്പർ ഓഫ് ടേൺസ് N1 എന്ന് പറയുന്നത് 300 ആണ്. അപ്പം കോയിൽ 1ന്റെ സെൽഫ് ഇൻഡക്ടൻസ് എന്തായിരിക്കും? നമുക്കറിയാം L1 is equal to N1 by I1, N5 by I. ഇൻഡക്ടൻസ് L is equal to N5 by I അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് L1 കാൽക്കുലേറ്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു N1 എന്ന് പറയുന്നത് 300 ഇൻറ്റു 5 എത്രയാണ്? 0.4 മില്ലി വെബർ എന്ന് പറയുന്നുണ്ട്. അപ്പം 300 ഇൻറ്റു 0.4 ബൈ I1 is 3. സോ L1 എന്ന് പറയുന്നത് എന്തായിരിക്കും? L1 is equal to 40 മില്ലി ഹെൻറി നമുക്ക് കിട്ടും. അപ്പം ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ കോയിൽ 2 നമുക്ക് അതുപോലെ തന്നെ അറിയാം. ഇതൊരു എന്താണ്? ഇത് ഇൻഡക്ടൻസ് ആണല്ലേ? L1 L2 ഇൻഡക്ടൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? V2 is equal to M into dI1 by dt, മ്യൂച്വൽ ഇൻഡക്ടൻസ്. അപ്പം ആ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അതിൽ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കോൺസെപ്റ്റും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ I2 ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലെ? അപ്പം നമുക്ക് I1 ഉണ്ട്. അപ്പം L2ൽ I1 മുഖാന്തരം ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ V2 is equal to M into dI1 by dt. അതായത് M into V2 എന്ന് പറയുന്നത് എന്താണ്? 85 reduced to the voltage in coil 2 is 85. So 85 is equal to M into dI1 by dt എന്ന് പറയുന്നത് 3 by the if the current in coil 1 is reduced to 0 in 3 millisecond. അപ്പം dt എന്ന് പറയുന്നത് 3 into 10 raised to minus 3 ആണ്. ആൻഡ് ചേഞ്ച് ഇൻ കറണ്ട്, അപ്പം കറണ്ട് ഓഫ് 3 ആംപിയർ ആണ്. ഇഫ് ദ കറണ്ട് ഇൻ കോയിൽ 1 is reduced to 0, അപ്പൊ 3 minus 0 അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ദ ഇൻഡക്ടൻസ് ഓഫ് കോയിൽ 2. സോ ഇതിൽ നിന്ന് M is equal to 85 മില്ലി ഹെൻറി എന്ന് കിട്ടി. ഇതിൽ കുറെ കോൺസെപ്റ്റ് കവർ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ഇൻഡക്ടൻസ് ഓഫ് കോയിൽ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ L2 എങ്ങനെ കണ്ടുപിടിക്കാം? L2 is equal to, അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. M is equal to K into root of L1 L2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ L2 is equal to 282 മില്ലി ഹെൻറി എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ?
നിങ്ങൾ ഇത് നോക്കുക. നമ്മൾ ഏതൊക്കെ കോൺസെപ്റ്റ് യൂസ് ചെയ്തു? ഒരുപാട് കോൺസെപ്റ്റ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തു അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പം 2 കോയിൽ ഉണ്ടായിരുന്നു. അപ്പം മ്യൂച്വലി കപ്ലിംഗ്, അവർക്കിടയിൽ ഒരു മ്യൂച്വൽ കപ്ലിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി. സോ അവർക്കിടയിൽ ഒരു മ്യൂച്വൽ കപ്ലിംഗ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അതിനെ വരച്ചു. അതിന്റെ മ്യൂച്വൽ കപ്ലിംഗ് എം ഒക്കെ വരച്ചു. മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ആണ്, L1 L2 ഉണ്ട്. ഇഫ് ദ കറണ്ട് ഇൻ കോയിൽ, അപ്പം കറണ്ട് ഓഫ് 3 ആംപിയർ ഇൻ കോയിൽ 1 പ്രൊഡ്യൂസ് എ ടോട്ടൽ ഫ്ലക്സ് ഓഫ് 0.4 മില്ലി വെബർ. അപ്പോൾ കോയിൽ 1ൽ ഒരു 3 ആംപിയർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0.4 മില്ലി വെബർ ആണ്. ഇഫ് ദ കറണ്ട് ഇൻ കോയിൽ 1 is reduced to 0 in 3 millisecond, the voltage induced in coil 2 is 85 volt. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം m is equal to k in the root of L1 L2 ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. L is equal to n phi by I. അപ്പോൾ ഇവിടെ ഒരുപാട് കോൺസെപ്റ്റ് നമ്മളൊന്ന് കവർ ചെയ്തു അല്ലേ? L is equal to n phi by I. അതിൽ m is equal to k in the root of L1 L2. Then V2 is equal to m into d I1 by dt. ഇത്രയും കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഫൈനലി എന്താണ്? 282 മില്ലി ഓം. അപ്പം ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, m is equal to k in the root of L1 L2. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ, ഈ ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് കിട്ടുള്ളൂ. Then L1 is equal to n I1 n phi by I L1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് L1 കിട്ടും. Then V2 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് മൂലമുള്ള വോൾട്ടേജ്, കറണ്ട് 1ലുള്ള കോയിൽ 1ലൂടെ പോകുന്ന കറണ്ട് മുഖാന്തരം സെക്കൻഡിൽ വരുന്ന സെക്കൻഡ് കോയിലിൽ വരുന്ന വോൾട്ടേജ്. സോ m is equal to 85 മില്ലി ഹെൻറി. സോ ഫൈനലി ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്, ഈ 3 കോൺസെപ്റ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴും. n phi by I ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് കുറച്ച് ഇതുപോലെ PSCക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ മാക്സിമം വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഓർ മാഗ്നറ്റിക് കപ്ലിംഗ് കോഎഫിഷ്യന്റ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കപ്ലിംഗ് കോഎഫിഷ്യന്റിന്റെ മാക്സിമം വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റനിൽ പറഞ്ഞ ഇക്വേഷൻ ഓർക്കുക. K is equal to m by root of L1 L2 അല്ലെങ്കിൽ m is equal to k into root of L1 L2. അപ്പം മാക്സിമം വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, k ന്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം k equal to 1 വന്നു കഴിഞ്ഞാൽ m is equal to root of L1 L2 അല്ലേ? അപ്പം ശരിക്കും ആൻസർ ഈസ് 1 only. അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കുറച്ച് ലെക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ property of the coil due to which it opposes the change of current in the other coil, or you can say in the neighborhood coil. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചില്ലേ, V2 is equal to m into d I1 by dt വെച്ച് പഠിച്ചില്ലേ. I1ലുള്ള കറണ്ട് മൂലം I2ൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, I2ലുള്ള വോൾട്ടേജ്. അപ്പം when the current in the neighboring coil changes, the flux sets up in the coil, and because of this changing flux EMF is induced in the coil called mutually induced EMF, and the phenomenon is known as mutual inductance. അപ്പം K is equal to m by root of L1 L2. m എന്ന് പറയുന്നത് mutual inductance between coils L1 and L2. The coefficient of coupling is always less than unity and has a maximum value of 1. So K equal to 1 നെയാണ് നമ്മൾ perfect coupling എന്ന് പറയുന്നത്. When the entire flux of one coil links the other, the greater the coefficient of coupling between the two coils, greater the mutual inductance between them, and vice versa. അപ്പം K equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's called perfect coupling. Okay, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകാം. The effective inductance of two coils with self inductance L1 and L2. 2 കോയില്, അപ്പോൾ അതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് m ആണ്, L1 L2 ആണ് അതിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഇൻഡക്ടൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇങ്ങനെ വരച്ചൂടെ, ഇതിനെ ഇങ്ങനെ വന്നിട്ട്, സോ
ഇത് രണ്ടും സെയിം തന്നെ അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്തു, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. സോ ദിസ് ഈസ് L1, ദിസ് ഈസ് L2. സോ L ഇക്വലന്റ് എന്താണ്? L1 plus L2 plus 2M. ഓക്കെ, അപ്പോൾ whenever more than one conductor comes in close, അപ്പോൾ ഒന്നിലധികം കണ്ടക്ടർ അടുത്ത് വന്നാൽ അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉറപ്പായും ഉണ്ടാവും. ഇഫ് മോർ ദാൻ വൺ കണ്ടക്ടർ, അപ്പം അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഇഫ് മോർ ദാൻ വൺ കണ്ടക്ടർ ഇസ് കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ഫ്ലക്സ് ഓഫ് വൺ ഇൻഡക്ടർ ലിങ്ക്സ് ദ അതർ, അപ്പം വി ഹാവ് ടു കൺസിഡർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. If the circuit contains two inductance of self-inductance L1 and L2 in series and M is the mutual inductance, then L equivalent is equal to L1 plus L2 plus 2M. Okay. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് ശരിക്കും ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുകയോ മനസ്സിലാക്കി വെക്കുകയോ ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു അയൺ കോറിലുള്ള കോയിലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ആൻസർ ഈക്വൽ ടു യൂണിറ്റി ആണ്. അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഞാൻ തരാം. The coils on the iron core have the coefficient of coupling equal to unity because iron core is magnetically tightly coupled ആണ്. അപ്പം എത്രമാത്രം അടുത്തടുത്ത് വരുന്നു അത്രയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടുതൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം അയൺ കോറിലുള്ള മാഗ്നറ്റിക് ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അപ്പം K equal to 1 എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അതുപോലെ തന്നെ K equal to 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? K equal to 1 is called perfect coupling. അപ്പം K equal to 1 magnetically tightly coupled or ideal coupling ആണ്. അപ്പം K less than 5 ആണെങ്കിൽ ലൂസ് ആവാം, K greater than 5 ആണെങ്കിൽ ടൈറ്റ്ലി കപ്പിൾഡ്. അപ്പം K equal to 1 ആണ് മാക്സിമം, K greater than 0.5 ലെസ് ദാൻ 0.5. 0.5 ലെസ് ദാൻ ആണെങ്കിൽ ലൂസിലി കപ്പിൾഡ് ആയിരിക്കും, റൈറ്റ്? അപ്പൊ 0 ലെസ് ദാൻ K ലെസ് ദാൻ ആണ്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ വാല്യൂ എവിടെ നിന്ന് എവിടം വരെയാണ് റേഞ്ച് ചെയ്തിരിക്കുന്നത്? 0 ലെസ് ദാൻ K ലെസ് ദാൻ 1 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ മാഗ്നറ്റിക്കലി കപ്പിൾഡ് സർക്യൂട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്? എം എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്താണ്? നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? നമുക്കറിയാം M is equal to K into root of L1 L2. അപ്പം L1 and L2 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ് ആണ്. ആൻഡ് K is the linking coefficient of the two coils. For two coupled coils, K less than or equal to 1 ആണ്. K equal to 1, it is said to be tight coupling, and K less than 1, it is said to be loosely coupled. Therefore, for magnetically coupled circuit, mutual inductance is always positive. ഒരു മാഗ്നറ്റിക് കപ്പിൾഡ് സർക്യൂട്ടിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് L1 L2. അപ്പോൾ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതൊരു വാല്യൂ അല്ല, ഇത്ര റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്ര ഇൻഡക്റ്റൻസ് നമ്മൾ പോസിറ്റീവ് എന്നല്ലേ പറയുള്ളൂ. അപ്പൊ K എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും M എന്ന് പറയുന്നത് M will always be positive. So M is equal to K into root of L1 L2. Question number 6. Two coupled coils with L1 L2. അപ്പൊ L1 എന്ന് പറയുന്നത് 0.5 ഹെൻറി ആണ്, അത് തന്നെയാണ് L2. Then കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പം K equal to M by root of L1 L2 എന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നമുക്ക് M കിട്ടും അല്ലെ? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ടേൺസ് റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? L1 by L2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു N1 സ്ക്വയർ ബൈ N2 സ്ക്വയർ. അത് എവിടുന്നാ വരിക? L ഈസ് ഈക്വൽ ടു mu0 A by L ആണ്. അപ്പം L is proportional to N സ്ക്വയർ അല്ലെ? ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു N സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് L1 by L2 എന്ന് പറയുന്നത് 0.5 by 0.5 1 കിട്ടും. അപ്പൊ N1 സ്ക്വയർ ഈസ് ഈക്വൽ ടു N2 സ്ക്വയർ ആണ്. N1 സ്ക്വയർ ഈസ് ഈക്വൽ ടു N2 സ്ക്വയർ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
അപ്പം ഫൈനലി നമുക്ക് എന്താ പറയുക, n1 സ്ക്വയർ ഈസ് ഈക്വൽ ടു n2 സ്ക്വയർ. അപ്പൊ n1 ഈക്വൽ ടു n2 വരണമെങ്കിൽ ഷുഡ് ബി 1 അല്ലേ. സോ n1 ബൈ n2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. എങ്കിൽ മാത്രമേ n1 സ്ക്വയർ n2 സ്ക്വയർ വരാൻ കാര്യം എന്താണ്, L1 ഈക്വൽ ടു L2 ആ. അപ്പോൾ ഇതങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഞാനപ്പം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഇക്വേഷൻ ഇവിടെ വലിയ പ്രാധാന്യമില്ല. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. L1 by L2 is equal to n1 square by n2 square. അപ്പോൾ L is proportional to n square. കാരണം എന്താ, μ0 കോൺസ്റ്റന്റ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ L is proportional to n square. n is the number of turns, a എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, L എന്ന് പറയുന്നത് ലെങ്ത്. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പൊക്കോളുക. When two coupled coils of equal self-inductance are connected in series in one way, അപ്പം net inductance 12 millihenry, and when they are connected in other way, the net inductance is അപ്പം ചിലപ്പോൾ പാരലൽ ആയിട്ടാവാം, അല്ലെങ്കിൽ എയ്ഡിങ് ആയിട്ടാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം രണ്ട് കപ്പിൾഡ് ഇൻഡക്ടൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ 12 മില്ലി, അതായത് L1 പ്ലസ് L2 പ്ലസ് 2M ആണോ, L1 പ്ലസ് L2 മൈനസ് 2M ആണോ, അതൊന്നും നമുക്ക് അറിയില്ല. ചെയ്തപ്പോൾ 12 മില്ലി ഹെൻറി കിട്ടി. അതേപോലെ തന്നെ അടുത്തത് കണക്ട് ചെയ്തപ്പോൾ 4 മില്ലി ഹെൻറി കിട്ടി. അപ്പം മാക്സിമം വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് വെൻ ദേ ആർ കണക്ടിങ് പാരലൽ, പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എന്ത് വരുമെന്നാണ് ചോദ്യം. അപ്പം സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് തരികയാണെങ്കിൽ രണ്ട് രീതി വരാം. L ഈക്വലന്റ് ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 പ്ലസ് 2M വരാം. അതുപോലെ തന്നെ L1 പ്ലസ് L2 മൈനസ് 2M വരാം അല്ലേ. അപ്പം പാരലൽ വരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. അപ്പം ഞാൻ അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം, കാരണം ഇവിടെ എല്ലാം കൂടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് സൊല്യൂഷനിലേക്ക് പോകാം. അപ്പം സീരീസ് എയ്ഡിങ് ആണെങ്കിൽ ഡോട്ട് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും, രണ്ടാമത്തെ കേസിൽ രണ്ടെടുത്ത് വരും. അപ്പൊ ഇതെന്ന് പറയുന്നത് L1 പ്ലസ് L2 പ്ലസ് 2M ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സീരീസ് ഒപ്പോസിങ് ആണെങ്കിലോ ഒന്ന് എൻട്രിയിലും ഒരു ഡോട്ട് എൻട്രിയിലും ഒരു ഡോട്ട് കറണ്ട് എൻട്രിയുമായ ഡയറക്ഷന്റെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെയും ഒരു ഇൻഡക്ടൻസിന്റെ എക്സിറ്റിലാണ് ഡോട്ട് വന്നിരിക്കുന്നത്, ഇവിടെ എൻട്രിയിലാണ്. അപ്പം L1 പ്ലസ് L2 മൈനസ് 2M. രണ്ടും ഇൻപുട്ട് സൈഡിൽ തന്നെ ആണെങ്കിൽ L1 പ്ലസ് L2 പ്ലസ് 2M, രണ്ട് ഔട്ട്പുട്ട് സൈഡിൽ തന്നെ ആണെങ്കിൽ അതേപോലെ തന്നെ രണ്ടും എടുത്താണെങ്കിൽ മൈനസ് വരും. അപ്പോൾ പാരലൽ ലീഡിംഗ് സർക്യൂട്ട് ആണെങ്കിലോ അതും കറണ്ട് എൻട്രി ചെയ്യുന്നിടത്തായിരിക്കും ഡോട്ട് വരിക. അപ്പോൾ ആ കേസിലുള്ള ഇക്വേഷൻ എങ്ങനെ വരും? L ഇക്വലന്റ് എന്ന് പറയുന്നത് പാരലൽ എയ്ഡിങ്ങിൽ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഉത്തരം തരങ്ങി ഇത് രണ്ടിൽ ഏതാണോ നമ്മുടെ ഓപ്ഷനിലുള്ളത് നോക്കുക. L1 പ്ലസ് L2 മൈനസ് 2M. അതുപോലെ തന്നെ ഇവിടെ വരുമ്പം L ഇക്വലന്റ് ഇത് സീരീസ് പാരലൽ ഒപ്പോസിംഗ് ആയി, ഒന്ന് മുകളിലും ഒന്ന് താഴെയും വന്നപ്പോൾ L equivalent is equal to L1 plus L2 minus M square by L1 plus L2 plus 2M. So given that self-inductance of both the coils are equal, L1 equal to L2, L1 plus L2 plus 2M 12 millihenry വന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ L1 plus L2 അപ്പം മൈനസ് 2M എന്ന് പറയുന്നത് 4 millihenry. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് L1ന്റെ L2ന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ L equivalent എന്ത് കിട്ടും? L1 L2 മൈനസ് M സ്ക്വയർ ബൈ 4. അപ്പം ഇതിൽ ക്വസ്റ്റനിൽ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മിനിമം വാല്യൂ ഏതാണെന്നാ അല്ലേ, അതോ മാക്സിമം ആണോ? മാക്സിമം വാല്യൂ, മാക്സിമം എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് കുറഞ്ഞു വരണം അല്ലെ. ഡിനോമിനേറ്റർ കുറഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുള്ളൂ. സോ ആൻസർ ഈസ് 3 millihenry. കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വിശദമായി നോക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു കോൺസെപ്റ്റ് കവർ ചെയ്തു. സീരീസ് പാരലൽ സർക്യൂട്ട് രണ്ടും ഇവിടെ കണക്ട് ചെയ്തു. ഈ രണ്ട് ഇൻഡക്ടൻസ് സീരീസ് ആയിട്ടും പാരലായിട്ടും, എയ്ഡിങ്ങും ഒപ്പോസിങ്ങും. ഇതല്ലാതെ ഒരു ചോദ്യം വരാൻ സാധ്യതയില്ല. L ഇക്വലന്റിൽ എയ്ഡിങ് ആണെങ്കിൽ L1 പ്ലസ് L2 പ്ലസ് 2M, അത് രണ്ട് രീതി കണക്ട് ചെയ്യാം. ഒപ്പോസിംഗ് ആണെങ്കിൽ L1 പ്ലസ് L2 മൈനസ് 2M. അപ്പോൾ പാരലൽ കണക്ഷൻ ആണെങ്കിൽ L1 പ്ലസ് L2 മൈനസ് M സ്ക്വയർ. അപ്പോൾ പാരലൽ കണക്ഷനിൽ എയ്ഡിങ് ആണെങ്കിലും ഒപ്പോസിംഗ് ആണെങ്കിലും ന്യൂമറേറ്റർ സെയിം ആണ്, L1 ഇൻറ്റു L2 മൈനസ് M സ്ക്വയർ. ആൻഡ് എയ്ഡിങ് ആണെങ്കിൽ
L1 plus L2 minus 2m, opposing ആണെങ്കിൽ L1 plus L2 plus 2m. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. Okay, question number 8. The leakage coefficient in magnetic circuits is denoted by. Magnetic circuits ഉള്ള leakage coefficient. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5G പ്ലസ് ലീക്കേജ് ഫ്ലക്സും എയർ ഗ്യാപ്പ് ഒരു മെയിൻ ഇതിലൂടെ പോകുന്ന ഫ്ലക്സും കൂടി ആയിരിക്കും നമ്മളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ലീക്കേജ് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ പർട്ടിക്കുലർലി ഇന്റൻഡഡ് പാത്ത്. നമുക്ക് അത് പോകേണ്ട വഴിയെ പോകാതെ മാറിപ്പോകുന്ന അതിനാണ് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയാം. അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു 5a by 5g, അതാണ് ലീക്കേജ് ഫ്ലക്സ് കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് ലാംഡ. അത്രേ ഉള്ളൂ. ഇത്ര പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും അറിഞ്ഞിരിക്കാം. ലീക്കേജ് ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ലീക്കേജ് കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയും. The ratio of total flux produced to the useful flux set up in the air gap of the magnetic. Total flux by useful flux set up in the air gap in the magnetic circuit, that is denoted by lambda. That is called leakage coefficient അല്ലെങ്കിൽ leakage factor. It is denoted by lambda. Leakage flux is defined as a magnetic flux which does not follow the particularly intended path in a magnetic circuit. Question number 9. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈസിയായി ഇത് ആൻസർ ചെയ്യേണ്ടതാണ് അല്ലേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം എന്താണ്, 2 identical coupled inductors circuits are connected in series അല്ലേ. 2 identical coupled circuits സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? The measured inductance for the 2 possible series connections are, അപ്പം L1 plus L2 plus 2m എന്ന് പറയുന്നത് 380 L1 plus ഇതൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഓപ്ഷൻ ഇല്ലാത്തൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 380 സെക്കൻഡ് വൺ 240. അങ്ങനെയാണെങ്കിൽ m എത്രയാണെന്ന ചോദ്യം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇതിന്റെ ഉത്തരം എങ്ങനെ വരും? അപ്പോൾ നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യാം. m is equal to k root of L1 L2 ഉണ്ട് നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ വേറെ ഏത് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുള്ളത്? പാരലായിട്ട് വന്നാലുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അപ്പം നമുക്കറിയാം ഒരു ഇക്വേഷൻ m is equal to k into root of L1 L2. അതുകൊണ്ട് കാര്യമാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഇവിടെ പറയുന്നുണ്ടോ അവർ എത്ര ആണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഓൺലൈൻ ഉണ്ടോ? ഇപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇതിനെ 1-2 ചെയ്ത് കഴിഞ്ഞാൽ L1 L2 ഒക്കെ അങ്ങ് പോയില്ല. അപ്പം മ്യൂച്വൽ m അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ വാട്ട് വിൽ ബി 1 - 2? എന്തായിരിക്കും? 4m ഈസ് ഈക്വൽ ടു 140 and m is equal to 35 microhenry അല്ലേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് is equal to 35 microhenry ആണ്. അപ്പോൾ പാരലൽ ലീഡിംഗ് ആണെങ്കിൽ നമുക്കറിയാം പാരലൽ ലീഡിംഗും ലാഗിങ്ങും നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Equation 1 and 2, 4m is equal to m is equal to 35 microhenry. The equivalent inductance of parallel leading connection എന്ന് പറയുന്നത് എന്തായിരിക്കും? L equivalent is equal to leading ആണെങ്കിൽ അപ്പോൾ രണ്ട് രീതിയിൽ ഇവിടെ നമ്മൾ പാരലൽ പറഞ്ഞ് m കണ്ടുപിടിച്ചു. ഇവിടെയും നമുക്ക് അതുപോലുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ് പാരലൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. For magnetically isolated coils, the value of coefficient of coupling. Magnetically isolated coils value of coefficient of coupling. Fully coupled ആണെങ്കിൽ ഞാൻ പറഞ്ഞു k equal to 1. Isolated ആണെങ്കിൽ എന്താ? k equal to 0. അതാണ് ബേസിക് കോൺസെപ്റ്റ്. അതിന്റെ ജസ്റ്റ് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. The coefficient of coupling between 2 coils is defined as the fraction of magnetic flux produced by the current in one coil that links the other. രണ്ട് കോയിൽ L1 L2 ഉണ്ടെങ്കിൽ L1 ൽ നിന്ന് എത്രമാത്രം L2 ലേക്ക് കപ്പിൾ ചെയ്യുന്നു.
That is K is equal to M by root of L1 L2. This is very important. M is equal to mu 0 into mu r into n1 into n2 into a by L. Questions കിട്ടാം. അപ്പോൾ L1 എന്ന് പറയുന്നത് mu 0 into mu r into n1 square into a by L. L2 എന്ന് പറയുന്നത് mu 0 into mu r into n2 square into a by L. n1 and n2 എന്ന് പറയുന്നത് number of turns in coil 1 and 2. A is the cross sectional area and L is the length. So fully coupled coil എന്ന് പറയുമ്പോൾ K equal to 1. For magnetically isolated coil ആണ് K equal to 0. That's it. Question number 11. The combined inductance of two coils connected in a series is 0.6 Henry. അല്ലേ? So L equivalent എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 0.6 Henry and L equivalent 2 എന്ന് പറയുന്നത് 0.1 Henry. Depending on the related direction of current in the coil, dot product വെച്ചിട്ട് അതായത് L1 plus L2 plus 2m L1 plus L2 minus 2m ആയിരിക്കാം അല്ലേ? അപ്പം additive ആണെങ്കിൽ and if one of the coil when isolated has L1 എന്ന് പറയുന്നത് 0.2 എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ M കണ്ടുപിടിക്കുക. പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക അല്ലേ? നമുക്ക് എന്താ പറയാം? 0.6 is equal to 0.2 L1 plus L2 plus 2m. അതുപോലെ തന്നെ 0.1 is equal to 0.2 plus L2 minus 2m. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും L2 is equal to 0.15 Henry. അതുപോലെ തന്നെ M എന്ന് പറയുന്നത് 0.1. രണ്ട് ഇക്വേഷൻ രണ്ടെണ്ണമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വക ക്വസ്റ്റൻസ് ഒക്കെ വരും. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 0.125 Henry ആണ് നമ്മുടെ ആൻസർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സെയിം കോൺസെപ്റ്റ് പറയുന്നുണ്ട്. L1 plus L2 plus 2m L1 plus L2 minus 2m. അപ്പോൾ ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. സോ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് ഈ നോട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. The relative permeability of a medium is equal to, with M is equal to magnetism of the medium and H is the magnetic field of strength. ആണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് B is equal to mu 0 H ആണ്. H plus M ആണ്. Where M is the magnetization, H is the magnetic field strength and mu r is the relative permeability. ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതി സമയം കളയുന്നില്ല. B is equal to mu 0 into H plus M. M എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ, H is equal to magnetic field strength and mu r is the relative permeability. mu 0 into mu r into H എന്ന് പറയുന്നത് mu 0 into H plus mu 0 H ഡിസ്കണക്ട് ആവും, ക്യാൻസൽ ആയി പോകും. സോ mu r relative permeability is equal to 1 plus M by H. അപ്പോൾ ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിക്കുക. കാരണം കുറച്ച് 10 മാർക്കാണ് PSC പറയുന്നത്. ഇൻസ്പെക്ടറേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ ഇവിടെയും 10 മാർക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. ഇത്രയും ഇതുവരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു മറ്റൊരു ഇക്വേഷനായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു 1 പ്ലസ് M by H. അതിൽ M എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ഓഫ് ദ മീഡിയം, H എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അത്രേ ഉള്ളൂ കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, സിലബസ് നോക്കുന്നവർക്കറിയാം. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഫാരഡേസ് ലോ, ലെൻസ് ലോ, പിന്നെന്താ പറയുന്നത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ? സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ എ കോയിൽ ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു L into d∅ by dt. ഓക്കെ, നമ്മൾ ബേസിക്കലി അത് പഠിക്കുന്നു. പിന്നെ ഇതിനകത്ത് ലെൻസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? അപ്പം ക്വസ്റ്റ്യനകത്ത് -L into d∅ by dt എന്ന്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ കോയിലാ, ഫാരഡേസ് ലോ കൊണ്ടുള്ള ഇ എം എഫ് അല്ല ചോദിക്കുന്നത്. സോറി, ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ കോയിൽ എന്ന് പറയുമ്പോൾ V is equal to L into di by dt. അത് മാത്രം നോക്കിയാൽ മതി. അപ്പം E is equal to L into di by dt and we should include the minus sign also. നമ്മുടെ ഫാരഡേസ് ലോ മൂലമുള്ള ലെൻസസ് ലോ മൂലമുള്ള മൈനസ് സൈൻ given as is equal to -L into di by dt. L എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ്,
dA എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ട് വാല്യൂ, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ, ആൻഡ് dt is the final time minus initial time. Then question number 14, what is the SI unit of permeability? നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഡിറൈവ് ചെയ്തെടുത്താണ് അല്ലേ. എന്താണ് പെർമിയബിലിറ്റി? മ്യൂവിന്റെ SI യൂണിറ്റ് എന്താണ്? ഹെൻറി പെർ മീറ്റർ. ഹെൻറി പെർ മീറ്റർ. നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ഹെൻറി പെർ മീറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിന്റെ പേരിലാണ് പറയുന്നത്. രണ്ട് കോളമൊക്കെ വരച്ച് പഠിച്ചില്ലേ? ആൻസർ ഇസ് ഹെൻറി പെർ മീറ്റർ. നേരത്തെ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ പെർമിയബിലിറ്റി എന്താണ്? Of a magnetic field with the ability of a material to support the formation of a magnetic field. It is a degree of magnetization that a material obtain in response. So SI unit of permeability is Henry per meter. Ampere meter is a unit of magnetic strength. Ohm meter is a unit of resistivity. Weber is the unit of magnetic flux. The SI unit of magnetic field is Weber per meter square. അത് ബീറ്റ ആണ് കേട്ടോ, അല്ലെങ്കിൽ ടെസ്ല. ബി. ഇവിടെ ചോദിക്കുന്നത് പെർമിയബിലിറ്റി ആണ്, വിച്ച് ഇസ് ഹെൻറി പെർ മീറ്റർ. ഓർത്തോളുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് ശരിക്കും ഈ ജൂൺ 16 ഒരു എക്സാം വരുന്നുണ്ടല്ലോ, അതിലൊക്കെ ഇത് അധികമായി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറെ കൺവേർഷൻ, ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു. മാക്സ്വെൽ എന്ന് പറയുന്നത് ഒരു നോൺ SI യൂണിറ്റ് ആണ്. 100 മാക്സ്വെൽ എന്ന് പറയുന്നത് 100 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 100 മാഗ്നറ്റിക് ലൈൻ അല്ലേ. സോ 1 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 1 ഗോസ്. സോ 1 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 1 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ല അല്ലെങ്കിൽ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ. ദെൻ 1 മാക്സ്വെലിനെ 10⁻⁻⁴ വെബർ പെർ മീറ്റർ സ്ക്വയർ വെബർ പെർ മീറ്റർ സ്ക്വയർ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പറയാം. 100 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 100 മാഗ്നറ്റിക് ലൈൻസ്. ക്വസ്റ്റനിൽ 100 മാക്സ്വെൽ ഈസ് ഈക്വൽ ടു 100 മാഗ്നറ്റിക് ലൈൻസ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കുറെ കോൺസെപ്റ്റ് കണ്ടു അല്ലേ, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കോൺസെപ്റ്റ് കണ്ടു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റിക് സർക്യൂട്ട്സ്. ഇത് നിങ്ങൾ ആൻസർ ചെയ്യണം. വായിച്ചു നോക്കുക. The reluctance causes the weight of energy. ഒരെണ്ണമുണ്ട്. Then reluctance of the magnetic circuit depends upon the material used in it. Okay. നമ്മുടെ റെസിസ്റ്റൻസിനെ ഓർക്കുക. അപ്പൊ ഇതിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു റെസിസ്റ്റൻസിനെ ഓർക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക് സർക്യൂട്ടിൽ the reluctance in magnetic circuit is analogous to the resistance in electric circuit. The flux in the magnetic circuit is analogous to the current. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഓപ്ഷൻ 1 and 2 റിലക്റ്റൻസ് കാരണം എനർജി നഷ്ടമാവുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. റിലക്റ്റൻസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ. ഓക്കെ. സോ റിലക്റ്റൻസ് ആർ അല്ലെങ്കിൽ റിലക്റ്റൻസിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. റിലക്റ്റൻസ് ആർ അല്ലെങ്കിൽ റിലക്റ്റൻസ് എസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് അനലോഗ് ഇലക്ട്രിക് സർക്യൂട്ട്. Reluctance depends upon geometrical and material. The magnetic reluctance does not dissipate energy, it stores the magnetic energy. അതുമൂലം option 1 is wrong. The reluctance causes the waste of energy. So magnetic reluctance does not dissipate energy, it stores the magnetic energy. So option 1 ആണ് wrong ആയിട്ടുള്ള option. Question number 17. Tesla is a unit of ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല പഠിച്ചില്ലേ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, ന്യൂട്ടൺ മീറ്റർ പെർ ആംപിയർ, അങ്ങനെയും നമുക്ക് വിളിക്കാം. സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് വൺ ഓഫ് ദ ടു വേസ് ദാറ്റ് ഇന്റൻസിറ്റി. അപ്പം എന്താണ് ആംപിയർ ഫീൽഡ് സ്ട്രെങ്ത് വെച്ച് ആംപിയർ പെർ മീറ്റർ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബീറ്റ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ ആംപിയർ എന്നൊരു യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് പല രീതിയിലായിരിക്കും ചോദിക്കുക, എപ്പോഴും എളുപ്പമുള്ളത് ചോദിക്കില്ല. ഓക്കെ. സോ
next question number ഇട്ടിട്ടില്ല. Question number 17. So this is question number 18. ശരിക്കും നിങ്ങളുടെ സിലബസിൽ ബയോസാവാർഡ്സിലോ പറയുന്നില്ല, ചോദിക്കുമോന്ന് അറിയില്ല. എന്നാലും ബയോസാവാർഡ്സിൽ എന്താണ് പറയുന്നത്? dB is equal to mu0 I dl sin theta by നിങ്ങളുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി വരുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതിൽ ഈ പോർഷൻ വന്നേക്കാം. എന്തായാലും 4π കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്. mu0. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു നോക്കാം. എന്താ പറയാ? When a current flows through a conductor or a wire, the field is generated which is proportional to the length of the conductor. അപ്പം ഈ ഒരു കണ്ടക്ടറിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് അറ്റ് എ പോയിന്റ് P എന്ന് പറയുന്നത് ഈക്വൽ ടു mu0 into I dl sin theta, an angle made from that point to the coil, sin of the angle by 4π into r square. So dB is equal to mu0 I dl sin theta by 4π r square. I is the current flowing through the conductor. dl is the small length taken for the calculation. R is the point at which field to be calculated, and mu0 mu r is proportionality constant, permeability. Okay. So this is question number 18. So question number 19. The magnetic field of a magnetized iron bar when strongly heated. ഒരു മാഗ്നറ്റൈസ്ഡ് അയൺ ബാറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് വീക്കർ. അപ്പോൾ ഒരു നമ്മൾ മാഗ്നറ്റ് എടുത്ത് ഹീറ്റ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് കുറയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫിനോമിനാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്താണ്? As the temperature increases at a certain point called the QD temperature, the magnet will lose its strength completely. Okay, ഇതൊക്കെ നല്ല ഇൻഫർമേഷൻസ് ആണ്. ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. Nickel has a QD temperature 350 degrees Celsius and iron 770. So not only will a material lose the magnetism, but it also no longer be attracted to magnets. Magnets ആയിട്ട് അട്രാക്ട് ചെയ്യത്തുമില്ല. So magnetism weaker ആവത്തതേ ഉള്ളൂ. In general, heat is the factor that has the most effect on permanent magnets. Very important. Question number 20. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പം എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നിന്ന് ആ ഒരു സിലബസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന നിലയിലല്ല, ആ ഒരു സിലബസിലുള്ള എല്ലാ കോൺസെപ്റ്റും കവർ ആവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡൈപോളിൻ്റെ ഓറിയന്റേഷൻ നോക്കാം. അപ്പം എ പെർമനന്റ് ഡൈപോൾ എക്സിറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഫീൽഡ്. ഡൈപോൾ എന്താണ്? രണ്ട് പൊളാരിറ്റി. ഡൈപോൾ മെറ്റീരിയൽ വിച്ച് ലാക്ക് ഓഫ് പെർമനന്റ് ഡൈപോൾസ് ഓർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പം ഡൈപോൾ ഇല്ലാത്തതിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനാണ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഹയർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഞാൻ അധികം പറയാത്തത് ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ടിലൂടെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് റെഗുലർ ക്ലാസ്സിൽ നോക്കാം. Question number 22. Okay, the induced EMF is maximum. അപ്പം നമ്മൾ ഫാരഡേസ് ലോ പഠിച്ചല്ലോ. അപ്പോൾ അവിടെ ഫാരഡേസ് ലോ സിലബസിലുണ്ടല്ലോ. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം വരുന്നത് എപ്പോഴാണ്? The maximum EMF is generated when the conductor moves at right angle to the field. Because E എന്ന് പറയുന്നത് BLV sin theta ആണ്. E is equal to BLV sin theta. So right angle 90 ഡിഗ്രിയിലാണ് സൈൻ്റെ മാക്സിമം വരിക. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ ആ ഒരു കോൺസെപ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിന് സിലബസിൽ പറയുന്നില്ല, എന്നാലും ചോദിക്കാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് മാക്സിമം ഫോർ ഡാഷ് മെറ്റീരിയൽ. മാഗ്നറ്റിക് പെർമിയബിലിറ്റി മാക്സിമം ഏതിലാണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. എക്സാമ്പിൾ
നിക്കൽ, കോബാൾട്ട് ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത്. സോ these are characterized by parallel alignment of magnetic dipoles. These substances are strongly attracted by a magnet. So magnetic permeability is much larger compared to free space. So ferromagnetic material properties എന്തൊക്കെയാണ്? Susceptibility greater than 1, permeability greater than 1. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. സോ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് നോക്കുമ്പോൾ. ശരിക്കും ഇതൊരു മെറ്റീരിയൽ സയൻസ് ടോപ്പിക് ആണ്. മെറ്റീരിയൽസ് ആണ്, മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ചോദ്യങ്ങൾ വരാം. ഇൻസ്പെക്ടറേറ്റിൽ കണ്ടില്ല. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആണ്, പാരാമാഗ്നറ്റിക് ഗ്രേറ്റർ ദാൻ 1, ഫെറോമാഗ്നറ്റിക് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, next question, question number 24. What would be the magnitude and direction of average voltage? Right? Average voltage in the magnitude and direction ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. കുറച്ച് ലെങ്തി ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. എ ഫ്ലക്സ് ഓഫ് 0.25 milliweber is produced by a coil of 1000 turns. അല്ലേ? അപ്പം നമുക്കറിയാം L is equal to N∅/I ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അപ്പം coil of 100 turns wound on a ring with a current of 2 ampere. Calculate the EMF induced in the coil when a current of 10 ampere is switched off. Assuming the current will fall to 0 in 1 millisecond. Induced EMF ആണ്. അപ്പോൾ induced EMF E is equal to L into d∅/dt volt അല്ലേ? സോ അങ്ങനെ വരുമ്പം L is equal to N എന്ന് പറയുന്നത് 1000 into 5 എന്ന് പറയുന്നത് 0.25 into 10⁻³ by 2. So L is equal to 0.125. So induced EMF E എന്തായിരിക്കും? E is equal to 0.125 into change in current അല്ലേ? 10 ആംപിയറിൽ നിന്ന് 0 എത്തി. So 10 minus 0 by 1 millisecond. ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാ, 10⁻³ So answer is 1250 volt. Given by right hand അല്ലെങ്കിൽ co-screw rule. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് നേരെ താഴോട്ട്. So here we consider electric current flowing through the screw. അപ്പോൾ എന്താണിത്? Direction of magnetic lines of force around a straight conductor. അപ്പം ഇതേ കോൺസെപ്റ്റിൽ തന്നെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂളും. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ അത് ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫാരഡേസ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, രണ്ട് രീതി പറയുന്നുണ്ട്. പിന്നെ ലെൻസസ് ലോയും പറയുന്നത്. ആ ഇ എം എഫ് അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് E is equal to -N into d∅/dt എന്ന് കിട്ടിയത് അല്ലേ? So Faraday's law of electromagnetic induction explains the relation between electric circuit and magnetic field. There are two Faraday's law. They are first law എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അല്ലേ? When a conductor is placed in a varying magnetic field, an EMF gets induced across the conductor. And if the conductor is a closed circuit, അപ്പം ആ EMF മൂലം ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. Which of the following options form the basis of production of electric power using DC? അപ്പോൾ DC ജനറേറ്റർ ഒക്കെ പഠിച്ചപ്പോൾ DC മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ?
അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സാധനം E is equal to minus n into d∅/dt. സോ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫാരഡേസ് 2 ലോ ഉണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ലെൻസസ് ലോയും ഉണ്ട് അല്ലേ. Question number 28. If the conductor is stationary and the field is changing, then the EMF is called. Conductor stationary അല്ലേ, കണ്ടക്ടർ സ്റ്റേഷനറിയും ഫീൽഡ് മൂവിങ്ങും ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF അല്ലേ. ഇപ്പൊ 2 തരത്തിലുണ്ട് EMF. അപ്പം ഈ ഒരു ലാസ്റ്റ് പോർഷൻ നമ്മൾ കവർ ചെയ്തു. When the conductor is rotating and the field is stationary, the EMF induced is called dynamically induced EMF. And when the conductor is stationary and the field is changing, ട്രാൻസ്ഫോമറിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ. So question number 30. According to Faraday's law, എന്താ V is equal to n into d∅/dt. എത്ര നാൾ കൊണ്ട് പഠിക്കുന്ന അല്ലേ. V is equal to n into d∅/dt minus n. ഇപ്പോൾ ഓപ്ഷനിൽ മൈനസ് n ഉണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യും, കാരണം അവിടെ നമ്മൾ ഡയറക്ഷനോടെ കൺസിഡർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. So V is equal to minus n into d∅/dt അല്ലേ. ഓക്കെ, സോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ സിലബസ് ഒന്നുകൂടെ ഒന്ന് എടുക്കാം. ഈ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ, μ0 μr അതൊക്കെ നമ്മൾ കണ്ടു. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ MMF, റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി HB = μH, അങ്ങനെ കുറേ കാര്യം. മാഗ്നറ്റിക് മെറ്റീരിയൽ, then series and parallel magnetic circuits with composite materials. അപ്പം കോമ്പോസിറ്റ് മെറ്റീരിയൽ ആകുമ്പോൾ മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് ഫെറിമാഗ്നറ്റിക് പറഞ്ഞു. അപ്പം സീരീസ് ആൻഡ് പാരലൽ, എയ്ഡിങ് ലാഗിങ് പറഞ്ഞു. ദെൻ ഫാരഡേസ് ലോ, ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സ്റ്റാറ്റിക്കലി ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പം ഈ ഒരു 1 hour ഇന്നിപ്പം എൻ്റെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത്, അപ്പോൾ ഇത് ലൈവ് കാണാത്തവർക്ക് അല്ലാതെയും കാണാം, സ്പെൻഡ് ചെയ്ത 1 hour കൊണ്ട് മാർക്സ് മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു 10 marksനുള്ള കംപ്ലീറ്റ് പോർഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ക്വസ്റ്റ്യൻസ്, 30 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൽ കൂടുതൽ തിയറിയും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.